രഞ്ജുവിനെ എറണാകുളത്തുള്ള ഏതോ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയെന്ന് ആ ബ്രോക്കർ നാരായണൻ പറഞ്ഞു. ആരെങ്കിലും പറഞ്ഞ് നീ അറിഞ്ഞിരുന്നോ മനു? രാത്രി ആഹാരം കഴിച്ച ശേഷം മുറ്റത്തോടെ നടക്കുകയെന്ന് ദിവാകരന്റെ അടുത്തേക്ക് വന്ന മനുവിനോട് അയാൾ തിരക്കി. അറിഞ്ഞു, വൈകിട്ട് കവലയിൽ ആരോ പറയുന്ന കേട്ടു. നിവി നിവി അവർ എവിടെ ആക്കിയിട്ടാവും അച്ഛാ പോയിട്ടുണ്ടാവുക? മനു മടിയോടെ തിരക്കി. അതൊക്കെ നമ്മൾ എന്തിനാണ് മനു ഇനി അന്വേഷിക്കുന്നത്? അവളെ ഒഴിവാക്കിയത് നമ്മളാണ്. ഇനി അത് അങ്ങനെ തന്നെ പോകുന്നതാണ് രണ്ടു കൂട്ടർക്കും നല്ലത്. നിവി ഹോസ്റ്റലിലാണെന്ന് അറിയാമായിരുന്നിട്ടും അയാൾ പറഞ്ഞത് അങ്ങനെയായിരുന്നു. ഒന്നും വേണ്ടായിരുന്നു വച്ച നിവി, അവളെ നഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു. അവൾ എനിക്ക് എത്ര പ്രിയപ്പെട്ടതായിരുന്നെന്ന് അച്ഛൻ അറിയില്ലേ? ഇപ്പോൾ എന്നിലും അവൾ അകന്നു പോയപ്പോൾ ഞാൻ അറിയുന്നുണ്ട് അവൾ എനിക്ക് ആരായിരുന്നെന്ന്. വേദന തിങ്ങിയ ശബ്ദത്തിൽ മനു പറഞ്ഞു. നിനക്ക് നിവിക്കുട്ടിയെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ ഒരുപാട് വഴികളുണ്ടായിരുന്നു മനു. അന്ന് അതൊന്നും നീ വിനിയോഗിച്ചില്ല. നിന്റെ അമ്മ പറഞ്ഞ മോഹന വാഗ്ദാനങ്ങൾ നീ വീണുപോയി. എന്നേക്കുമായി നീ നിവിയെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്തു. മറ്റൊരു പെൺകുട്ടിക്ക് വാക്ക് കൊടുത്ത വിവാഹ നിശ്ചയം കഴിഞ്ഞു. ആ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊന്നും നിന്റെ മനസ്സിൽ വരാൻ പാടില്ല, പ്രത്യേകിച്ച് നിവി. ആ പെൺകൊച്ച് എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിക്കട്ടെ. അതിനെ വെറുതെ വിട്ടേക്ക്. ഇപ്പോഴുള്ള ശാപം മതി മനു നിനക്ക്. ഇനി വീണ്ടും വീണ്ടും അവളുടെ കണ്ണുനീരിന്റെ ശാപം തലയ്ക്ക് മേലെ വാങ്ങി വെക്കരുത് മോനെ. അച്ഛൻ്റെ അപേക്ഷയാണ്. തൊഴു കൈയോടെ പറഞ്ഞിട്ട് അയാൾ വീടിനകത്തേക്ക് കയറിപ്പോയി. അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ നിവി അവളെ വിട്ടൊരു ജീവിതം ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ അന്ന് ആ കല്യാണം നടക്കില്ലെന്ന് കട്ടായം പറയും വരെയും അതങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഓർത്തപ്പോൾ തളർന്ന ദേഹവുമായി കിടക്കുന്ന അളിയൻ, ഒരു ജോലിയും ഇല്ലാത്ത ലക്ഷ്മി ചേച്ചി, അങ്ങനെ ഒരിടത്ത് നിന്ന് നിവിയെ കൂടെ കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ബാധ്യത, അതൊക്കെ ഓർത്തപ്പോൾ അമ്മ പറയുന്നതാണ് ശരിയെന്ന് തോന്നി. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വിഫയുമായിട്ട് ഒരു വിവാഹം ആഗ്രഹിച്ചിട്ടില്ല. പെട്ടെന്നല്ല, ഒരിക്കലും ഒരു ഭാര്യയുടെ സ്ഥാനത്ത് വിഫയെ സങ്കല്പിച്ചു പോലും നോക്കിയിട്ടില്ല. ഇപ്പോഴും പറ്റുന്നില്ല എന്നതാണ് സത്യം. അവളെ കാണുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ നിവിയാണ് ഓർമ്മ വരുന്നത്. അവളെ ചിരി, വർത്തമാനം. ഇരുട്ടിൽ ആണ്ട് പ്രേതാലയം പോലെ കിടക്കുന്ന മാംഗല്യം വീട്ടിലേക്ക് നോക്കിയിരുന്നു മനു. ആ വീടിനുള്ളിൽ നിന്ന് അയ്യേ എന്നെ വീട് മനുവേട്ടാ എന്നും പറഞ്ഞൊരു പൊട്ടിച്ചിരി ഉയർന്നു കേൾക്കുന്നുണ്ട് എന്ന് തോന്നി അവന്. അവിടെ ആ മുറിക്കുള്ളിൽ ഇരുവശവും കൈവച്ച് തടഞ്ഞ ചൂരോരം ചേർത്ത് നിർത്തി നിവിയുടെ മുഖം ആകെ ഉമ്മ വെച്ച് ചുവപ്പിച്ചത് അവൻ ഓർത്തു. ആ ഇളം റോസ് നിറമുള്ള ചുണ്ടുകളുടെ തേന്മധുരം ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ടെന്ന് തോന്നിപ്പോയി അവനും. ആ ഓർമ്മകളിൽ നിന്നൊരു തനിക്കൊരു മോചനമില്ലെന്ന് ഓർക്കെ മനു പ്രാണൻ ഒരു പിടയുന്നൊരു നോവയുടെ കണ്ണുകൾ മുറുക്കിയടിച്ച് ആ ഉമ്മറപ്പടിയിലിരുന്നു. എന്റെ നിവിക്കൊച്ചേ, നിന്റെ മുഖമൊന്ന് തെളിയാൻ ഇനി പാവപ്പെട്ടവൾ എന്താ ചെയ്യേണ്ടത്? വാടിയ മുഖവുമായി രാവിലെ ക്ലാസ്സിലേക്ക് കയറി വന്നവളെ കാണി അവളെ ചേർത്ത് പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അഞ്ചു തിരക്കി. എനിക്കൊന്നുമില്ല അഞ്ചു, ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇന്നിപ്പോ എനിക്ക് വയ്യാഞ്ഞിട്ടാണ്. എന്തേ, പനിയാണോ പെണ്ണേ? അവളെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി അഞ്ചു. അല്ലടി, പീരിയഡ്സ് ആണ്, നിനക്കറിയാലോ. എനിക്ക് നല്ല വയറുവേദന ഉണ്ടാകും, ചിലപ്പോൾ വൊമിറ്റ് ചെയ്യും, കുഴഞ്ഞു വീണ് പോകും. കഴിഞ്ഞ 4-5 മാസമായി വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. താങ്ങാൻ ആരും ഇല്ലാഞ്ഞിട്ടാവും. നിവി നേരത്തൊരു ചിരിയോടെ പറഞ്ഞു. ഇന്നിപ്പം നിനക്ക് വയ്യാക്കിയുണ്ടോ നിവി? ചെറുതായിട്ട് വയറുവേദനയുണ്ട് അഞ്ചു, അതിന് രാവിലെ മരുന്ന് കഴിച്ചു ഞാൻ, പറഞ്ഞുകൊണ്ട് അഞ്ചുവിൻ്റെ തോളിൽ ചാഞ്ഞിരുന്നു നിവി. വൈകിൽ സൂക്ഷ്മ ചേച്ചിയോട് പറയണേടി, ആരോടും പറയാതെ സഹിച്ചു കിടക്കാൻ നോക്കരുത്. നിവിയുടെ കവളിൽ തലോടിക്കൊണ്ട് അഞ്ചു പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞോളാമടി പെണ്ണെ. ഇപ്പോൾ ഒറ്റയ്ക്കായാലും പിടിച്ചു നിൽക്കാനും ജീവിക്കാനും ഒക്കെ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. നിവി ചിരിയോടെയാണെന്ന് പറയുന്നതെങ്കിലും അവളുടെ വാടിയ മുഖവും നനപൂർണ്ണ കണ്ണുകളും കാണി അഞ്ജുവിന് എവിടേക്കോ നോവുണ്ടായിരുന്നു. ഏട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ അമ്മ. ഉമ്മറപ്പടിയിൽ ഇരുന്ന് രാധയുടെ തോൾ ചാഞ്ഞിരുന്നുകൊണ്ട് അഞ്ജു തിരക്കി. അവൻ വരുമടി, അവിടെ നിന്ന് ഇറങ്ങിപ്പോ ഇത്തിരി വൈകി, എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അഞ്ജുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. രാധിക പറഞ്ഞതിന് അഞ്ജു നേരത്തെ ശബ്ദത്തിൽ ഒന്ന് മൂളിയിട്ട് വീണ്ടും അവിടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു. അഫി കുളിച്ചിട്ട് വാ മോനെ, നീ വന്നിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു ഈ പെണ്ണ്. അബിയെ കണ്ടതും സന്തോഷം നിറഞ്ഞ മനസ്സോടെ അവൻ്റെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങിക്കൊണ്ട് രാധിക പറഞ്ഞു. ഇവള് കഴിക്കാതിരുന്നത് ഇതിനു വേണ്ടിയാണ്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കയ്യിലിരുന്ന പൊറോട്ടയും ബീഫ് ഫ്രൈയും അടങ്ങിയ കവർ അവളെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് പെണ്ണിൻ്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് അബി പറഞ്ഞു. ഇതിനു വേണ്ടിയൊന്നുമല്ല, ഏട്ടൻ വരുമെന്ന് പറയുന്ന ദിവസങ്ങൾ ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. ശരിക്കും എൻ്റെ ഏട്ടനോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്, ഏട്ടനെ കാണാൻ വേണ്ടി തന്നെയാണ്. കണ്ണു കുറിപ്പിച്ച് അവനെ നോക്കി പറഞ്ഞു അഞ്ജു. ആണാണ്, നീ ഇപ്പം പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ഇപ്പം നീ പോയിരുന്ന് കഴിക്ക്. ചിരിയോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒന്ന് ആട്ടി അബി. നിന്നോട് ഞാൻ ഇന്നലെയും പറയണമെന്ന് കരുതിയതാണ്. ഈ പെണ്ണിന് ഈ കണ്ട കടച്ച സാധനങ്ങളൊന്നും ഇനി വാങ്ങി കൊടുക്കരുത് അബി, അവൾക്ക് തടി കൂടുന്നുണ്ട്. ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് രാധിക പറഞ്ഞു. അമ്മേ മിണ്ടാതിരുന്നേ,
എനിക്ക് തടിയൊന്നും കൂടിയിട്ടില്ല. പറഞ്ഞു പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ. അഞ്ച് കണ്ണൊട്ടിക്കൊണ്ട് അവരെ നോക്കി. ആ കവറും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അവളെ ആ നിൽപ്പ് കണ്ട് അവയ്ക്ക് ചിരി വന്നുപോയി. നോക്കമ്മേ, എത്ര കാലമായി ഏട്ടൻ നമ്മൾ പറയുന്ന എന്തെങ്കിലും കിടന്ന് ചിരിച്ചിട്ട്. വിടർന്ന കണ്ണോടെ പറഞ്ഞു അഞ്ജു. അഞ്ജുവിനൊപ്പം രാധികക്കൂടെ നിറം മിഴിയോടെ തന്നെ നോക്കുന്ന കാണെ അബിയുടെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ മങ്ങിപ്പോയി. മോനെ അബി. അവൻ്റെ കവളിൽ കൈ ചേർത്ത് വെച്ച് അവർ വിളിച്ചതും അഫി അമ്മയും അനിയത്തെയും ഒരുപോലെ ചേർത്ത് പിടിച്ചു. അന്നേരം മൂന്നാളുടെയും കണ്ണുകൾ ഒരുപോലെ നനഞ്ഞത് സന്തോഷം കൊണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നു പോകെ ആ ഒറ്റപ്പെട്ട ജീവിതവുമായി നിവി പൊരുത്തപ്പെട്ടു തുടങ്ങി. രാവിലെയും വൈകിട്ടും മുടങ്ങാതെ നിരഞ്ജനും ലക്ഷ്മിയും വിളിക്കും. അതുപോലെ ക്ലാസ്സിലെത്തിയാൽ എപ്പോഴും ഒരു നിഴൽ പോലെ അഞ്ചു ഉണ്ടാകും. ചിലപ്പോൾ ഒക്കെ നിവി ഉച്ചയ്ക്ക് കഴിക്കാൻ രാധിക പൊതി കെട്ടി കൊടുത്തു വിടും. അങ്ങനെ നിരഞ്ജന ചികിത്സ ആരംഭിച്ചിട്ടും നിവി ഹോസ്റ്റലായിട്ടും സങ്കടവും ഒറ്റപ്പെടലും ഒക്കെ ഒരു മാസം കടന്നുപോയി. അന്നൊരു തിങ്കളാഴ്ച ദിവസം രാവിലെ നിവി വന്നില്ല രമ്യ. ക്ലാസ്സിലേക്ക് കയറി വന്ന നിവി ഇരിക്കുന്നിടം ഒഴിഞ്ഞു കിടക്കുന്ന കാണെ അഞ്ച് ഇരിക്കുന്നിടത്തുനിന്നും ആളോട് തിരക്കി. വന്നില്ല? നീ അവളെ രാവിലെ വിളിച്ചില്ലേ? ഇല്ല, ഇറങ്ങിയപ്പോൾ ഇത്തിരി വൈകി. ഏട്ടൻ ഉണ്ടായതുകൊണ്ട് ആളാണ് എന്നെ കൊണ്ടുവിട്ടത്. ഇവിടെ വെച്ച് കാണല്ലോ എന്ന് കരുതി ഞാൻ എന്തായാലും ഒന്ന് വിളിക്കട്ടെ. ഞങ്ങളൊക്കെ ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നു. അതുകൊണ്ട് ഇന്നലെയും രാവിലെ വിളിച്ചതിൽ പിന്നെ ഞാനും വിളിച്ചില്ല. രമ്യയോട് പറഞ്ഞിട്ട് ഫോൺ എടുത്തുകൊണ്ട് ക്ലാസ്സിന് പുറത്തേക്ക് നടന്നു അഞ്ജു. എന്തായി? അവൾ ഇറങ്ങിയോ അഞ്ജു? ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് അഞ്ജുവിനോട് അവളെ പിന്നലെ പുറത്തേക്ക് ഇറങ്ങി വന്ന രമ്യ തിരക്കി. ആ പെണ്ണ് ഫോൺ എടുക്കുന്നില്ല. ഇന്നലെ രാവിലെ ഒന്ന് സംസാരിച്ചതാണ്. പിന്നെയുള്ള ഒരു വിശേഷവും അറിയില്ല. അഞ്ജു വല്ലായ്മയോടെ പറഞ്ഞു. സൂക്ഷ്മ ചേച്ചി ഒന്ന് വിളിച്ചു നോക്കിയേ. വിളിച്ചു. അമ്മയ്ക്ക് വയ്യഞ്ഞിട്ട് ചേച്ചി നാട്ടിൽ പോയിരിക്കുവാണ്. എന്നാൽ പിന്നെ നമുക്കൊന്ന് ഹോസ്റ്റലിൽ പോയാലോ? അല്ലെങ്കിൽ അവിടുത്തെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കിയാലോ? രമ്യ ചോദ്യഭാവത്തിൽ അഞ്ജുവിനെ നോക്കി. നീ വാ. ആ BA മലയാളത്തിലെ സാന്ദ്ര ഹോസ്റ്റലാണ്. അതിനോട് ഒന്ന് ചോദിക്കാം. അഞ്ജു അവളുടെ കൈയും പിടിച്ച് അടുത്ത ക്ലാസ് റൂമിലേക്ക് നടന്നു. നിവിക്ക് പനിയാണെന്ന് അടുത്ത ക്ലാസ്സിലെ കുട്ടി പറഞ്ഞനുസരിച്ച് ഹോസ്റ്റലിൽ ഓടിയെത്തിയ അഞ്ജു കണ്ടത് പനിച്ച് വിറച്ച് കിടക്കുന്ന പെണ്ണിനെയാണ്. അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ച് രാധികയോട് കാര്യം പറഞ്ഞു. അവി, നമുക്ക് ആ സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിട്ട് വരാം. ആ നിവി മോൾക്ക് പനി കൂടി അവിടെ അഡ്മിറ്റാണെന്ന്. അഞ്ജുവാണ് വിളിച്ചത്. അഞ്ജു വിളിച്ച് കാര്യം പറഞ്ഞതും അവയുടെ അടുത്ത് വന്ന വെപ്രാളത്തോടെ പറഞ്ഞു രാധിക. ദേ അമ്മേ, ഈ ഇടപാട് നമുക്ക് പണിയാകും. ഞാൻ പറഞ്ഞില്ല വേണ്ടെന്ന്. താല്പര്യം ഏതുമില്ലാതെ ഫോണിൽ നോക്കിയിരുന്ന അഭി പറഞ്ഞു. എടാ, ഇപ്പം ആ കൊച്ചിന് ഒരു സഹായത്തിന് നമ്മളല്ലേ ഉള്ളൂ? രാധിക വിഷമത്തോടെ ചോദിച്ചു. അമ്മേ, ഈ ഏടാകൂടങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു കാര്യത്തിലും ഇടപെടരുതെന്ന് അന്നേ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ എന്താവശ്യമുണ്ടെങ്കിലും അവർ വിളിക്കും. ജോലി മെനക്കെട്ട് ഞാൻ അങ്ങോട്ട് ഓടണം. ഇവിടുന്ന് 2 ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയാൽ ആ പെണ്ണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതിപ്പോൾ വല്ലാത്ത കഷ്ടമായിപ്പോയി. കയ്യിലിരുന്ന ഫോൺ ദേഷ്യത്തിൽ ബെഡിലേക്ക് ഇട്ടിട്ട് അഭി പറഞ്ഞു. അങ്ങനെ പറയല്ലേ അഭി, ഒരു സഹായത്തിന് അവർക്ക് മറ്റാരും ഇല്ലാഞ്ഞിട്ടല്ലേ മോനെ. നീ ഒന്ന് റെഡിയായി അമ്മയ്ക്കൊപ്പം വാടാ. ആ പെങ്കൊച്ചും നിന്നെപ്പോലെ ഒരുപാട് വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് മോനെ കഴിയുന്നത്. സാരി മാറാൻ മുറിയിൽ കയറും മുൻപ് സങ്കടത്തിൽ രാധിക പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വരാഞ്ഞിട്ട് അമ്മ വിഷമിക്കേണ്ട. പക്ഷേ ആ പെണ്ണിൻ്റെ ഒരാവശ്യത്തിനും ഇനി എന്നെ വിളിച്ചേക്കരുത്. ഇത് ആദ്യത്തെയും അവസാനത്തെയും ആവണം. പറഞ്ഞിട്ടവൻ വാതിലടച്ചു. അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും ഒത്തിരി സങ്കടം തോന്നിച്ചെങ്കിലും ഇപ്പം വരാമെന്ന് സമ്മതിച്ചല്ലോ എന്ന ആശ്വാസത്തിൽ അവർ വേഗം തയ്യാറാവാൻ തുടങ്ങി. ഇത്രയും പനി കൂടും വരെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ നിവി? ഇന്നലെ തന്നെ ഞങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞുണ്ടായിരുന്നോ മോളെ? വാടി തളർന്ന് ബെഡിൽ കിടക്കുന്നവളെ ട്രിപ്പിട്ട കയ്യിൽ തലോടിക്കൊണ്ട് രാധിക തിരക്കി. അമ്മയുടെ ചോദ്യം കേട്ട് ഫോണിൽ തലയും കുമ്പിട്ടിരുന്ന അഭി പല്ലെ കടിച്ചുകൊണ്ട് അവരെ മുഖമുയർത്തി നോക്കി. അല്ല, ഇന്നലെയായിരുന്നെങ്കിൽ ഇത്രയും കൂടില്ലായിരുന്നല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അവൻ്റെ പല്ലും ചുണ്ടും കടിച്ചുകൊണ്ടുള്ള നോട്ടം കണ്ടെങ്കിലും കാണുത്ത പോലെ രാധിക മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് മാത്രം ഒന്നുമില്ല ആൻറ്റി. ഈ ട്രിപ്പ് തീർന്നാൽ പോകാൻ കഴിഞ്ഞേക്കും. ഇല്ലെങ്കിൽ ഞാൻ ഡോക്ടറോട് ചോദിക്കാം, ട്രിപ്പ് കഴിഞ്ഞാൽ പോയിക്കോട്ടെ എന്ന്. അവൻ്റെ നോട്ടവും രാധികയുടെ കാര്യങ്ങളും ഒക്കെ കാണി നിവി മെല്ലെ പറഞ്ഞു. അങ്ങോട്ട് ചോദിച്ചൊന്നും പോകാൻ നിൽക്കണ്ട. അസുഖം നല്ലോണം മാറട്ടെ. അല്ലെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുവാണെങ്കിൽ നാളെ ഞങ്ങൾക്കൊപ്പം വീട്ടിലേക്ക് പോരെ. പനിയൊക്കെ മാറിയിട്ട് ഇനി ഹോസ്റ്റലിലേക്ക് പോവാം. അവയുടെ സാന്നിധ്യം മറന്നുകൊണ്ട് രാധിക പറഞ്ഞു നിർത്തിയതും അമ്മയെ തറപ്പിച്ചൊന്ന് നോക്കിയിട്ട് ഇരുന്നിടത്തുനിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പാഞ്ഞു പോയി അവൻ. അതൊന്നും വേണ്ട ആൻറ്റി, ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിന്നോളാം. അമ്മയുടെ ദേഷ്യത്തിലുള്ള പോക്ക് കണ്ട് വല്ലായ്മയുടെ നിവി പറഞ്ഞു. അതൊക്കെ പിന്നെ നോക്കാം. നമുക്കിപ്പോൾ നീ മിണ്ടാതെ കിടന്നോ. ആ ട്രിപ്പ് തീർന്ന പനിയും അതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ഏട്ടനോട് സംസാരിച്ച് അവളെ 2 ദിവസത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അഞ്ജു പറഞ്ഞു. അല്ല, ആരിത്? വിമലയോ? നീ കല്യാണം വിളിക്കാൻ വന്നിരുന്നെന്ന് വേണുവേട്ടൻ പറഞ്ഞു. മാലതി, ലക്ഷ്മിയുടെ അമ്മ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന വഴിയിൽ നിൽക്കുകയായിരുന്ന വിമലയെ കണ്ട് അടുത്തേക്ക് വന്ന് പറഞ്ഞു. അധിക ദിവസമൊന്നും ഇല്ലല്ലോ മാലതി, അതാണ് ഓടിച്ചിട്ട് ഒന്ന് വിളിച്ച് തീർക്കാൻ ശ്രമിച്ചത്. എല്ലാവരും വരണം കേട്ടോ. വിവേകിനോടും ദീപയോടും ലക്ഷ്മിയുടെ സഹോദരനും ഭാര്യയും പറയണം. അവരുടെ കയ്യിൽ പിടിച്ച സന്തോഷത്തോടെ വിമല പറഞ്ഞു.
അത് പിന്നെ ഞങ്ങൾ വരാതിരിക്കോ? സ്നേഹത്തോടെ തന്നെ മാലതി പറഞ്ഞു. അല്ല, ആശുപത്രിയിൽ നിന്ന് ലക്ഷ്മി വിളിക്കോ മാറ്റേ ചെയ്തോ മാലതി? ഇല്ല വിമലെ, അന്ന് അവനെ വിറ്റിട്ട് വരാൻ ഞങ്ങൾ ചെന്ന് വിളിച്ചപ്പോൾ വലിയ വഴക്കുണ്ടായില്ലേ. അതിലെ പിന്നെ പെണ്ണ് എന്നെ വിളിക്കാറൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ എടുക്കുകയില്ല. ആശുപത്രിയിൽ പോകും മുൻപ് വേണുവേണ്ണെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞു. വിവേക് പിന്നെ വിളിക്കാറേയില്ല. അവനെ അങ്ങോട്ട് വിളിച്ചാലും കാശ് വലുതും കടം ചോദിക്കുമോ എന്ന് ഭയന്ന് ദീപ ഫോൺ എടുക്കാനും സമ്മതിക്കില്ല. കുറച്ച് പണം കൊടുക്കാനും എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. മാലതി മെല്ലെ പറഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അമ്പിളി. നിന്റെ മരുമോൻ വാങ്ങിയിട്ടിരുന്ന സ്ഥലം വിറ്റു. ആ പണം കൊണ്ടാണ് ഇപ്പോഴുള്ള ചികിത്സ, അതും എറണാകുളത്തുള്ള ഏതൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ. ആ സ്ഥലത്തിന് വഴിയില്ലാതെ എങ്ങനെ വിറ്റു വിമലെ? മാലതി ആശങ്കയോടെ തിരക്കി. മാംഗല്യം വീടിരിക്കുന്നതിൻ്റെ ഇടതുവശത്തെ സ്ഥലം കൂടെ കൊടുത്തു. ഇപ്പോൾ ലോറി ആ പിന്നിലെ സ്ഥലത്ത് കയറി ചെല്ലും. നേരത്തെ ഇങ്ങനെ വഴി കൊടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചേനെ, വിമല നഷ്ടബോധത്തോടെ പറഞ്ഞു. വിൽക്കുന്ന വിവരം ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല വിമലെ? മാലതി താടിയിൽ കൈ കൊടുത്തുകൊണ്ട് തിരക്കി. വിൽക്കുന്നുവെന്ന് അറിഞ്ഞു, പക്ഷേ വഴിയില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ മിണ്ടാതിരുന്നത്. പിന്നെ ഇപ്പോൾ അവർക്ക് പണം അത്യാവശ്യമായതുകൊണ്ട് വില പേശാനൊന്നും രഞ്ജി നിന്നില്ല എന്നാണ് കേട്ടത്. കിട്ടി വിലയ്ക്ക് കൊടുത്തു കളഞ്ഞു. അല്ല, ഇനിയും അവൻ എഴുന്നേറ്റ് നടന്നില്ലെങ്കിൽ ഈ പെണ്ണ് എന്ത് ചെയ്യുവാവോ? ഉള്ളതെല്ലാം തീർന്നു. ഇനി ആ വീടും അതിരിക്കുന്ന ഇത്തിരി സ്ഥലം കൂടെ അല്ലേ ഉള്ളൂ. ഇനിയെങ്കിലും അവളോട് കാര്യമായിരുന്നു ചിന്തിക്കാൻ പറയേ. ആലോചനയോടെ നിൽക്കുന്ന മാലതിയുടെ വിമല പറഞ്ഞു. ഞാൻ അന്ന് വലതും ചീത്തയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവൾക്ക് വല്ല കൂസിലുണ്ടോ? ആ ചെറുക്കനെയും ആ പെണ്ണിനെയും വിട്ട് അവൾ വരില്ലെന്ന് പറഞ്ഞത് നീ കേട്ടതല്ലേ വിമലെ? ഇനി എന്ത് പറഞ്ഞ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകും? ആ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് നോവുന്നുണ്ട്. നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ട് മാലതി പറഞ്ഞു. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും മാലതി. മക്കൾ നമ്മുടെ വാക്ക് കേൾക്കാതെ ഇരുന്നാൽ ഉള്ള സങ്കടം മറ്റാരും പറയേണ്ട എനിക്കറിയാം. നിവ്യെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മനു എതിർത്തതും ആ സമയത്ത് തൻ്റെ മാനസികാവസ്ഥയും ഒക്കെ ഓർക്കെ വിമല അവിടെ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെയെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റണമെന്നാണ് ഇപ്പം എൻ്റെ പ്രാർത്ഥന. ഇനിയൊന്നും വിറ്റ് തുളയ്ക്കാനുമില്ലല്ലോ. പറഞ്ഞുകൊണ്ട് കണ്ണുനീർ തുടച്ചു മാലതി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അത് നല്ല ശ്രദ്ധയോടെ കേട്ട് ചെയ്യോ? വിമല കുട്ടിലതയോടെ എന്നാൽ കണ്ണുകളിൽ അവരുടെ സ്നേഹം നിറച്ച് മാലതി നോക്കി ചോദിച്ചു. എന്താ എന്താ വിമലയെ? അവർക്കെന്താ പറയാനുള്ളത് എന്ന പോലെ വിമലയുടെ മുഖത്തേക്ക് നോക്കി തിരക്കി. അത് ഞാൻ പറയുമ്പോൾ നിനക്ക് തോന്നും ഞാനൊരു ദുഷ്ടിയാണോ എന്ന്. എന്നാൽ അങ്ങനെയാണെന്ന് ആലോചിച്ചാൽ നിനക്ക് മനസ്സിലാകും എന്താണെന്ന് പറ വിമലെ. നിന്റെ വർത്തമാനമൊക്കെ കേട്ടിട്ട് എനിക്കെന്തോ പേടി തോന്നും. മാലതി വല്ലായ്മയുടെ പറഞ്ഞു. പേടിക്കാനുള്ളതൊന്നുമല്ല. ആ ചെറുക്കനെ എഴുന്നേറ്റ് നടക്കാനായി വന്നാലും എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തു വരുമ്പോൾ ഇനിയും ഒരുപാട് കാലമെടുക്കും. അതുപോലെ ആ പെണ്ണിനിവി, അതിന് പെട്ടെന്നൊരു കല്യാണം ഒന്നും നടന്നെന്ന് വരില്ല. ഉള്ളൊക്കെ കാലം നിന്റെ മോൾക്ക് ബാധ്യതയെ അതും ഉണ്ടാകും കൂടെയില്ലേ? വിമലൊന്നും നിർത്തിയിട്ട് അവരെ നോക്കി. അതൊക്കെ ശരിയാണ് വിമലെ, പക്ഷെ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ലക്ഷ്മി കേൾക്കില്ല, അത് ഉറപ്പാണ്. മാലതി ആലോചനയോടെ പറഞ്ഞു. ഞാൻ പറയുന്ന കേട്ട് എനിക്കെപ്പം നിന്നാൽ നിന്റെ മോളെ ചിലപ്പോൾ നിനക്ക് രക്ഷിക്കാൻ കഴിഞ്ഞേക്കും, വിമല കൗശലത്തോടെ പറഞ്ഞു. രഞ്ജു എഴുന്നേറ്റ് നടന്നാൽ എനിക്ക് എൻ്റെ മോളും അവനെ ഉപേക്ഷിച്ച് വരണമെന്നൊന്നുമില്ല വിമലെ. അവൾ അവനോടൊപ്പം സന്തോഷമായി ജീവിക്കുന്ന കണ്ടാൽ മതി. പിന്നെ ആ പെണ്ണിനെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അത് നന്നാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറയാൻ അവളെ സമ്മതിക്കില്ല. പിന്നെന്ത് ചെയ്യും? മാലതി ആശങ്കയോടെ ചോദിച്ചു. അത് ശരിയാണ്. ലക്ഷ്മി നിരഞ്ജൻ്റെ പെണ്ണായി ആ വീട്ടിൽ വന്നിട്ട് 6-7 വർഷമായി. ഇന്ന് വരെ അവിടെ ആരുമായും അവൾക്കൊരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, ആ പെണ്ണിനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. അങ്ങനെയുള്ളവളെ കൊണ്ട് ആ പെണ്ണിനെ വെറുപ്പിക്കാൻ നമ്മൾ ഒത്തിരി പാടുപെടും, വിമല ആലോചനയോടെ പറഞ്ഞു. പിന്നെന്ത് ചെയ്യും വിമല നമ്മൾ? മാലതി അവിടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ആ നിവി അവിടുന്ന് മാറ്റേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ് മാലതി. എൻ്റെ മോൻ അവൻ്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷമായി ജീവിക്കുന്നിടത്ത് അവളിങ്ങനെ കെട്ടാച്ചിറക്കായി നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, കനത്ത മുഖത്തോടെ വിമല പറഞ്ഞു. അല്ല വിമലെ, നിന്റെ സ്വന്തം സഹോദരൻ്റെ മോളല്ലേ നിവി, നിനക്കെന്താ അവളെ ഇഷ്ടമല്ലാത്തത്? സംശയത്തോടെ ചോദിച്ചുകൊണ്ട് മാലതി അവരെ നോക്കി. അവളെ എനിക്ക് മുൻപേ ഇഷ്ടമല്ല. അവൾ ജനിച്ച അന്ന് മുതലേ അവളെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. 20 വർഷം മുൻപ് വരെ ഞാനായിരുന്നു ഏട്ടൻ്റെ കുഞ്ഞു പെണ്ണ്, തറവാട്ടിൽ ആകെയുള്ള പെൺതരി എന്ന സ്നേഹം ആവോളം അനുഭവിച്ചാണ് ഞാൻ ജീവിച്ചത്. വിവാഹം കഴിഞ്ഞിട്ടും ഒന്നിനും ഒരു കുറവും വയ്ക്കാതെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീടുണ്ടാക്കി തന്നു. ആവശ്യമുള്ളതൊക്കെ കണ്ടറിഞ്ഞ് തന്നുകൊണ്ടിരുന്നു ഏട്ടൻ. അവൾ ആ നിവി പിറന്ന അന്ന് മുതൽ എൻ്റെ ഏട്ടൻ ആ പെണ്ണെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവൾക്ക് വേണ്ടി സ്വത്തുക്കൾ ഉണ്ടാക്കി വെക്കാനും സ്വർണം കൂട്ടി വെക്കാനും ഒക്കെ തുടങ്ങി. അപ്പോഴേക്ക് എന്നെ ഒഴിവാക്കി നിർത്തുന്നു എന്ന് പലവട്ടം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഞാനെല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുമ്പോഴാണ് എൻ്റെ മനു അവന് ആ പെണ്ണിനോട് പ്രേമമാണെന്നും അവളെ വേണമെന്നും പറഞ്ഞു വരുന്നത്. എനിക്കൊട്ടും ഇഷ്ടമില്ലാത്തവളെ അവനെ കൊണ്ട് വേണമെന്ന് വെപ്പിക്കാൻ ആവളം ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഒടുവിൽ ഏട്ടൻ തരാമെന്ന് പറഞ്ഞ സ്വർണവും പണവും കാറും വീടുമൊക്കെ എന്നെ ഭ്രമിപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചത്.
പക്ഷേ എൻ്റെ ഏട്ടൻ്റെ മരണത്തോടെ എല്ലാം മാറി മറിഞ്ഞു. ഏട്ടൻ അവൾക്കായി കരുതി വെച്ചതൊക്കെ ഏട്ടത്തിയുടെയും രഞ്ജുവിൻ്റെയും ചികിത്സയ്ക്ക് ചെലവായി പോയി. ഒടുവിൽ ഏട്ടത്തിൽ പോയി. രഞ്ജു ഈ അവസ്ഥയിലുമായി. ആ വീടും തളർന്നു കിടക്കുന്ന ചേട്ടനും മാത്രം സ്വത്തായുള്ള ആ ദാരിദ്ര്യവാസി പെണ്ണെ എൻ്റെ മോൻ എന്തിനാ മാലതി? ഞാൻ കുറേയേറെ കഷ്ടപ്പെട്ടു അവനെ കൊണ്ട് അവളെ വേണ്ടെന്ന് വെപ്പിക്കാൻ. ആദ്യമൊക്കെ എതിർത്തവൻ അവളെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ ഒടുവിൽ എൻ്റെ വഴിക്ക് തന്നെ വന്നു. അല്ല, ഞാൻ കൊണ്ടുവന്നു. വിഭ അവൾക്ക് എൻ്റെ മനു എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവർക്ക് സന്തോഷമായി ജീവിക്കണമെങ്കിൽ അവൾ അവിടെ ഉണ്ടാവാൻ പാടില്ല മതി. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. നിനക്ക് ലച്ചുവിൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ മാറ്റാനും പറ്റും. നീ എൻ്റെ കൂടെ നിൽക്കുമോ? ഓരോ വാക്കിലും നീവിയോടുള്ള വെറുപ്പ് നിറച്ചു പറഞ്ഞുകൊണ്ട് കിതപ്പടക്കി വിമല. എങ്ങനെ ഒഴിവാക്കും വിമലെ? എൻ്റെ മോളായാലും രഞ്ജുവിനായാലും പ്രാണനാണ് ആ പെണ്ണിനെ. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചെന്ന് അറിഞ്ഞാൽ പോലും വെറുതെ വിടില്ല അവർ. പേടിയുടെ മാലതി പറഞ്ഞു. ഒഴിവാക്കാനുള്ള മാർഗമൊക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. പക്ഷേ അപ്പം നീ എൻ്റെ കൂടെ നിൽക്കണം. വിമല ആലോചനയോടെ പറഞ്ഞു. അതൊക്കെ നിൽക്കാം, പക്ഷെ പിന്നീടൊരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ വേണുവേട്ടനോ വിവേകോ പോലും എൻ്റെ കൂടെ നിൽക്കില്ല. ചെറിയൊരു മടിയോടെ തന്നെ മാലതി പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ പേടിക്കണ്ട. എല്ലാം നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും. വിമല ഉറപ്പ് കൊടുക്കും പോലെ മാലതിയുടെ കയ്യിൽ പിടിച്ചെന്ന് അമർത്തി.